ഹലോ ഗേയ്സ്, ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു മൊബൈൽ ബ്രാൻഡും കൂടി നമ്മളെ ഇ സ്പോർട്സിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം സോളിൻ്റെ ടൈറ്റിൽ സ്പോൺസറാണ് ഐക്യു, അതേപോലെ റിയൽമി ഗോൾഡേക്കും ആയിട്ട് സ്പോൺസർഷിപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ വൺ പ്ലസും കൂടി ഇതാ ഇ സ്പോർട്സിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. K9 ഇ സ്പോർട്സിൻ്റെയും സിൻസിനാറ്റി കിഡിൻ്റെയും ടൈറ്റിൽ സ്പോൺസറായിട്ടാണ് വൺ പ്ലസ് ഇ സ്പോർട്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു രണ്ട് ടീമിൻ്റെയും പേരിൻ്റെ മുന്നിലായിട്ട് നമുക്ക് വൺ പ്ലസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും വരുന്ന ടൂർണമെൻറ്റുകളെല്ലാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്തർഷി സ്പോർട്സും റൂട്ടറും കണ്ടക്ട് ചെയ്യുന്ന ചിൽസ് കപ്പ് 5 ലക്ഷം രൂപ പ്രൈസ് പൂൾ എന്നതിൻ്റെ സെമി ഫൈനൽസിൻ്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് K9 ആണ് ആ ഒരു ടോപ്പിൽ നിൽക്കുന്നത്, 48 പോയിൻ്റോട്. സെക്കൻഡ് ഓട്ടോബോട്ട്സ് നിൽക്കുന്നുണ്ട് 37 പോയിൻ്റോട്. തേർഡ് FSC സ്പോർട്സ് നിൽക്കുന്നുണ്ട് 32 പോയിൻ്റായിട്ട്. 9ാം സ്ഥാനത്താണ് ഗോളിലേക്ക് നിൽക്കുന്നത് 22 പോയിൻ്റുമായിട്ട്. ഇതിൻ്റെ ഡേ 2 മത്സരങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അപ്തർഷി സ്പോർട്സിൻ്റെയും റൂട്ടറിൻ്റെയും യൂട്യൂബ് ചാനൽ വൈകുന്നേരം കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരുപാട് ലൈനപ്പ് ചേഞ്ചുകൾ ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൽ ഫസ്റ്റ് ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് വസിഷ്ഠ ഇ സ്പോർട്സ് അവരുടെ BGMI ലൈനപ്പിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ലിഖിത ഇ സ്പോർട്സിൽ നിന്നും നേരെ ഹെക്ടർ വസിഷ്ഠ ഇ സ്പോർട്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹെക്ടർ, വൈപ്പർ, പിന്നെ ആ ഒരു ലൈനപ്പിൻ്റെ കൂടെ പുതിയ പ്ലേയേഴ്സായുള്ള ഫ്യൂരി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ BMPSലെ എമർജിങ് പ്ലെയർ ബോട്ടാർമിക്ക് വേണ്ടി കളിച്ച സ്കേറി ജോഡും അതേപോലെ സിന്നും ആണ് ഈ ഒരു വസിഷ്ഠ ഇ സ്പോർട്സിൻ്റെ പുതിയ BGMI ലൈനപ്പായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഹെക്ടർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോക്കറും ലൈനപ്പിൻ്റെ ഭാഗമാണെന്നുള്ളത്. പക്ഷേ അതിനുശേഷം ഒരുപാട് കോച്ചിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ നടന്നതുകൊണ്ട് തന്നെ ജോക്കറിനെ ഹെക്ടറിന് നഷ്ടമായി. വേറെ ടീമിലേക്കാണ് ജോക്കർ പോയിട്ടുള്ളത്. ഇപ്പോൾ കറൻലി ഹെക്ടറിൻ്റെ ഈ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത് ഫുള്ളി ഒരു അണ്ടർഡോഗ് ലൈനപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എൻ്റെ അടുത്തത് ട്രൂ റിപ്പേഴ്സ് അവരുടെ പുതിയ BGMI കോച്ചിനെയും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സത്യമാണ് BGMI കോച്ചായിട്ട് ട്രൂ റിപ്പേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ മാക്ക് ജെനിസസ് ഇ സ്പോർട്സ് നിന്ന് ലെഫ്റ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ ലാൻഡ് ഫൈനൽസിലേക്ക് എത്തി. പക്ഷേ അവിടെ അത്ര നല്ല പെർഫോമൻസ് ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജെനിസസ് ഇ സ്പോർട്സ് നിന്ന് മാക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഇനി BMPSൽ മാക്ക് ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ സ്പ്രേ ഗോഡിൻ്റെയാണ്. നമ്മളെ സ്കൗട്ടൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു സ്പ്രേ ഗോഡ് RNTXൻ്റെ ഭാഗമല്ല എന്നുള്ളത്. പക്ഷേ ഒഫീഷ്യൽ ഫെയർവെൽ നമുക്ക് ഇതുവരെ കാണാനായിട്ട് സാധിച്ചില്ല. സ്പ്രേ ഗോഡും ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ഫുള്ളി കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മളെ RNTXൻ്റെ പാർട്ടല്ല, RNTX ഒന്ന് ലെഫ്റ്റ് ആയി എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്രേ ഗോഡിൻ്റെ ആ ഒരു സ്റ്റോറിയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ഒഫീഷ്യൽ ചാമ്പ്യന്മാരായ ഒരു ലൈനപ്പിലെ ഭാഗമായിരുന്നു നമ്മളെ സ്പ്രേ ഗോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് RNTX ഒന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് ഗോഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്പ്രേ ഗോഡ് കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫീനിക്സ് ഇ സ്പോർട്സ് അവരുടെ BGMI ലൈനപ്പിനെ ഫുള്ളി റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ വെനമൊക്കെ ആയിരുന്നു ആ ഒരു ലൈനപ്പിൽ ഉണ്ടായിരുന്നത്. ഫീനിക്സ് ഇ സ്പോർട്സ് ഒഫീഷ്യലി ഫുള്ളി ആ ഒരു ലൈനപ്പിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടീമിന് വെനം ഗെയിമിംഗ് എന്ന പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ഒപ്പം ഈ ഒരു ലൈനപ്പിൽ പുതിയൊരു അഡീഷനും കൂടി വന്നിരിക്കുകയാണ്. നമ്മളെ സാറക്സ് ഗെയിമിങ്ങും കൂടി ഈ ഒരു ടീമിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി വെനം ഗെയിമിംഗ് എന്ന പേരിലായിരിക്കും ഈ ഒരു ടീം അറിയപ്പെടാൻ പോകുന്നത്. വെനം ഗെയിമിങ്ങിൻ്റെ പാർട്ടായിരിക്കും നമ്മളെ സാറക്സ് എന്ന് പറയുന്നത്. സാറക്സിന് ഈ ഒരു ലൈനപ്പിൻ്റെ കൂടെ എത്രത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ലോവർ ബ്രാക്കറ്റ് ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ VST ഒരു അടിപൊളി കംബാക്ക് കാഴ്ചവെച്ചുകൊണ്ട് ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് 118 പോയിൻ്റോട്. സെക്കൻഡ് ഒറിജിനൽ ഗാങ്സ്റ്റർ എത്തി 95 പോയിൻ്റോട്. തേർഡ് ഫോറം എത്തിയിരിക്കുകയാണ് 89 പോയിൻ്റോട്. നമ്മളെ ബ്ലൈൻഡ് XLHS 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 60 പോയിൻ്റോട്. ഇന്നലെ 28 പോയിൻ്റാണ് ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചത്. ഇനിയും ഒരു ദിവസമാണ് മുന്നിലുള്ളത്. ഏകദേശം 100 ലെവലിൽ ആ ഒരു കട്ട് ഓഫ് വരാനുള്ള ചാൻസിന് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് XLHSന് ഒരു 40 പോയിൻറ്റും കൂടി 6 മാച്ചുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു അടുത്ത റൗണ്ടിലേക്ക്, അതായത് ലാസ്റ്റ് ചാൻസ് ക്വാളിഫയേഴ്സിലേക്ക് ടീമിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിൽ നിന്ന് പുറത്താവേണ്ട അവസ്ഥയും വരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേയിൽ നല്ലൊരു പെർഫോമൻസ് ടീം കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്തൊരു നമ്മളെ മല്ലു ഓർഗായുള്ള മിത്ത് ഒഫീഷ്യൽസ് 12ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്. ഇന്നലെ വെറും 16 പോയിൻ്റ് അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ടോട്ടൽ 53 പോയിൻ്റുമായിട്ടാണ് അവർ 12ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 7ാം സ്ഥാനത്ത് നിന്നാണ് 12ാം സ്ഥാനത്തേക്ക് ടീം പിന്തള്ളപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ ഡേയിൽ മിത്ത് ഒഫീഷ്യൽസും അതേപോലെ തന്നെ നമ്മുടെ ബ്ലൈൻഡ് XLHSും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുള്ളൂ. ഈ ഒരു മാച്ചുകളൊക്കെ ഓഫ് സ്ട്രീം ആയിട്ടാണ് നടക്കുന്നത്, നമുക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇന്ന് മുതൽ നമുക്ക് അപ്പർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. സ്കൈ സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് അപ്പർ ബ്രാക്കറ്റ് മത്സരങ്ങൾ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ മാച്ചുകൾക്ക് കാണാൻ താല്പര്യമുള്ളവർ സ്കൈ സ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനൽ ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.